രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ബി.ജെ.പി. ഒരുങ്ങിക്കഴിഞ്ഞെന്നുള്ള ശക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി ചേർന്ന ബി.ജെ.പി. നേതാക്കളുടെ യോഗത്തിലാണ് മണ്ഡലങ്ങളിലെ ജയസാധ്യതകൾ ചർച്ച ചെയ്തത്. പതിറ്റാണ്ടുകളായി കേരളത്തെ മാറി മാറി ഭരിച്ചു നശിപ്പിച്ച ഇടതു വലതു മുന്നണികളുടെ അവിശുദ്ധ സഖ്യത്തിന് അന്ത്യം കുറിക്കാനുള്ള ജനവിധി ഇത്തവണ ഉണ്ടാകുമെന്ന് ബി.ജെ.പി. ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പിണറായി വിജയന്റെ അഴിമതി ഭരണത്തിനും തട്ടലില്ലാത്ത പ്രതിപക്ഷമായി മാറിയ യു.ഡി.എഫിനും കേരളം നൽകുന്ന മറുപടിയാകും വരാനിരിക്കുന്ന ഫലം. ഇത്തവണ സംസ്ഥാനത്ത് ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, നിയമസഭയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. തലസ്ഥാന നഗരിയിലെ വികസന നായകനായ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നത് പാർട്ടിയുടെ ഉറച്ച വിശ്വാസമാണ്. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ മാത്രം വോട്ട് പിടിക്കുന്ന വി ശിവൻകുട്ടിയുടെയും കെ ശബരിനാഥിന്റെയും തന്ത്രങ്ങൾ ഇത്തവണ വിലപ്പോകില്ല. വികസനം ആഗ്രഹിക്കുന്ന യുവജനങ്ങളും നിഷ്പക്ഷ വോട്ടർമാരും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉറച്ചുനിന്നത് ഇടതു വലതു ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. നേമത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുന്നതോടെ താമര വിരിയുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകിയ കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടത്തെ വിശ്വാസികൾ നൽകുന്ന തിരിച്ചടിയാകും വി മുരളീധരന്റെ വിജയം. വിശ്വാസികളെ വേട്ടയാടി എൽ.ഡി.എഫ്. സർക്കാരിന് കഴക്കൂട്ടം ബാലികേറാമലയാകും. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന്റെ കരുത്തുറ്റ പോരാട്ടം ബി.ജെ.പിക്ക് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രവാസി വോട്ടുകൾ കുറഞ്ഞത് അവിടെ എൻ.ഡി.എക്ക് ഗുണം ചെയ്യും. പാലക്കാട്, ചാത്തന്നൂർ, മണലൂർ തുടങ്ങിയ 10ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി. അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും ഉണ്ടായ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ തരംഗമല്ല, മറിച്ച് ബി.ജെ.പിക്ക് അനുകൂലമായ വികാരമാണ് പ്രകടമാക്കുന്നത്. 30ലധികം സീറ്റുകൾ നേടി ഒരു തൂക്കുസഭയ്ക്ക് വഴിമരുന്നിട്ട് കേരള ഭരണത്തിന്റെ താക്കോൽ ബി.ജെ.പി. കൈക്കലാക്കുമെന്നത് ഉറപ്പാണ്. അഴിമതിയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ കേരളം തയ്യാറെടുത്തു കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിവസം കേരള രാഷ്ട്രീയത്തിലെ പുതിയ സൂര്യോദയമാകും രാജ്യം കാണുക.